ഇതാണ് നമ്മുടെ പാലക്കാട് ലുലു മാൾ. ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ലുലു വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ആണെന്ന്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോണത്. അപ്പോൾ ലുലുവിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാനൊക്കെയും കൂടിയിട്ട് പോണത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ നമ്മളിതാ പാലക്കാട് എത്താറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ലുലുവിൻ്റെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ലുലു മാൾ നമ്മുടെ എത്തി. അപ്പോൾ ഈ ലുലു മാൾ കറക്റ്റായിട്ട് പ്ലേസ് വരുന്നത് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇടാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നത് 3 മണിക്കാണ് അലൗഡ് ആവുള്ളൂ, അപ്പോഴാണ് ആൾക്കാരെ കയറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിത് ആ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മളിത് ആ ലുലുവിൽ എത്തിയിരിക്കുകയാണ്. ലുലുവിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് 3 മണിക്കേ കയറ്റി വിടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കട്ടെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചിട്ടാ. ഇതാണ് നമ്മുടെ പാലക്കാട് ലുലു മാൾ. ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. ഇവരൊക്കെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്താണെന്നറിയില്ല. പിന്നെ നല്ല ബ്ലോക്ക് വരുന്നുണ്ട്, വണ്ടികളൊക്കെ നിറഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ അവിടെ കുറേ അധികം തിരക്കായി തുടങ്ങി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും പിന്നെ പള്ളിയിലത്തെ ആൾക്കാരും അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബോഡി ഗാർഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ അവർ കയറ്റി വിടുന്നുണ്ട്. വണ്ടിയൊക്കെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും എല്ലാം അവർ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറി. അപ്പോൾ യൂസഫ് അലി സാറും എല്ലാവരും കൂടി വരികയാണ് കേട്ടോ. അവരുടെ വണ്ടിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ പരിപാടികളൊക്കെ കുറച്ച് ഒതുങ്ങിയപ്പോൾ പിന്നെ ഞാനൊക്കെ കൂടിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ അവിടെ ദുആ ചെയ്യണ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തങ്ങളും അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദുആ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യൂസഫ് അലി സാറും അവർ കൂടെയുള്ള എല്ലാവരും കൂടിയിട്ട് വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ആൾ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും മീഡിയയും എല്ലാവരും ഉണ്ട്. പഞ്ചായത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അങ്ങാടി പഞ്ചായത്ത്
അങ്ങോട്ട് പാസ് ചെയ്യണം അങ്ങോട്ട് പോകാം അതിലേക്ക് പോകാം ഇതിലേക്ക് പോകാൻ അതുകൊണ്ടാണ് ബാഗ് മാറ്റം താഴ്ന്ന് മാറ്റണം പ്ലീസ് 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 കാരണം ഫോണൊക്കെ മുന്നോട്ട് ഒന്ന് ബാക്കിലോട്ട് പോകണം ഒന്ന് ബാക്കിലോട്ട് പോകണം അങ്ങോട്ട് നടന്നു അങ്ങോട്ട് പോകും മെയിൻ മോൾ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഷോപ്പുകളും ആൾ ഇങ്ങനെ റിബൺ കട്ട് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി ഓരോരോ ഷോപ്പുകളായിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. Please call your people.
അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഇതാ ഓപ്പണായി. അപ്പോൾ ഇത് അതിൻ്റെ ഗ്ലാസ്സൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ പോയിട്ട് ഇതാ വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഷോപ്പുകൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അത് എസ്കലേറ്ററിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ആൾക്കാർ നിറഞ്ഞു കേട്ടോ. ചുറ്റും മീഡിയയും പിന്നെ താഴെ ഫുൾ ആൾക്കാരും സെക്യൂരിറ്റീസും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ ആൾ വരുന്നത്. ഇവിടെ ദാ ഫൺ ടൂര എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ആൾ ആദ്യം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഇനോഗ്രേറ്റ് ചെയ്ത് ഇറങ്ങി. ഇനിയിപ്പോൾ ഇത് അടുത്ത ഷോപ്പ് ഇതാ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇതാ എല്ലാവരും പുറത്ത് നിൽക്കാൻ 3 മണിക്ക് ഓപ്പണിങ് പബ്ലിക്കിനെ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതാ പുറത്ത് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ രാവിലെ മുതലേ ആൾക്കാർ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഉള്ളിലായ കാരണം കുഴപ്പമില്ല. ഓരോ ഷോപ്പും ഓപ്പൺ ചെയ്ത് വരികയാണ് കേട്ടോ. ഹായ്, നമ്മളാളെ നേരിട്ട് കണ്ടു. പിന്നെ ആള് ഷോപ്പുകൾ ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് വരിക. നമ്മൾ കുറേയൊക്കെ നോക്കി. പിന്നെ അവിടെ നിൽക്കണം. പുറത്ത് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 മണിക്കാണ് പബ്ലിക്കിനൊക്കെ കയറ്റുള്ളത്. അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെ ഇവിടെ നല്ല ഇപ്പുറത്തുണ്ട്. നാളിതാ ഓരോ ഷോപ്പ് ഓപ്പൺ ചെയ്ത് വരികയാണ്. ഇപ്പം മുകളിലത്തെ എല്ലാ ഷോപ്പും ഓപ്പൺ ആക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരികയാണ്. അപ്പോഴുള്ള വ്യൂ ആണ് ഇത്. ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ നേരിട്ട് ഇങ്ങനെ എസ്കലേറ്റർ ഇറങ്ങണത്. അപ്പോൾ സ്കൂൾ വിട്ട് പിള്ളേരും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ലുലുവിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്ക് ക്യാമറ എടുത്ത് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ ഭയങ്കര തിരക്കായ കാരണം നമുക്ക് ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മുകളിലത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഫ്രണ്ട് ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ലുലു പാലക്കാട് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറും അങ്ങനെ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ വെൽക്കം എന്നൊക്കെ എഴുതി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ്റെ ആ ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ടിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗവും ഓപ്പൺ ആയി. ഇപ്പോൾ പബ്ലിക്കിനെ എല്ലാവരും കയറ്റി തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ടിട്ട് പിള്ളേരും അങ്ങനെ എല്ലാവരും വന്ന് മൊത്തത്തിൽ തിരക്കായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെ എങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാത്ത കാരണം നമ്മൾ കയറിയിട്ടുണ്ടായില്ല, മൊത്തത്തിൽ കറങ്ങി വന്നിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ എൻട്രൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ സൗത്ത് ഇന്ത്യൻ കോഫി എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിഫറെൻറ്റ് കോഫീസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഇപ്പുറത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ 50% ഓഫറിലാണ് ഇട്ടിട്ടേക്കുന്നത്. ഗാലക്സി പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതും ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇങ്ങനെ 50% പിന്നെ 20% അങ്ങനെ ഓഫർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പുറത്തൊരു സെക്ഷനിൽ വരുന്നത് ഡോണറ്റ്സും പിന്നെ കേക്കും അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓഫറുള്ളതാണ് കേട്ടോ. 4 പീസ് ഫാൻസി ഡോണറ്റ്സ് 140 റുപ്പീസ് അങ്ങനെയാണ് ഓഫർ വരുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ പിന്നെ മിനി ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ഓഫറുണ്ട്. അപ്പോൾ റേറ്റൊക്കെ ബോർഡിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 8 പീസ് വരുന്ന ഡോണറ്റ്സിൻ്റെ സെറ്റാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് വരുന്നത് കേക്കാണ്. കേക്ക് വരുന്നത് 130 റുപ്പീസിൻ്റെ 99 റുപ്പീസിനാണ് കേട്ടോ ഓഫർ ഇട്ടേക്കണത്. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് കേക്കിൻ്റെ പീസുകളാണ് കേട്ടോ. ഈ ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്ത് വന്ന അങ്ങനത്തെ കേക്കിൻ്റെ പീസുകളാണ്. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 30% അങ്ങനെ എന്തോ ഓഫറാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് ക്ലോസ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൽ ചോക്കോ ചിപ്സൊക്കെ ഇങ്ങനെ കിടക്കണതൊക്കെ കാണുന്നുണ്ട്.
പിന്നെ ഇത് അടുത്ത് വരുന്നത് പിന്നെ സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മളിങ്ങനെ വരുമ്പോൾ ദ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ അടുത്തത് ആ വെജിറ്റബിൾസിൻ്റെ ആ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ, ഇങ്ങനെ അടക്കി വെച്ചേക്കുന്നത് കാണാൻ. അപ്പോൾ ഇതാ പല കളറിലുള്ള ക്യാപ്സിക്കും ചില്ലിയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കോവയ്ക്ക, പിന്നെ ഇതൊക്കെ പലതരത്തിലുള്ള ചില്ലീസാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം. അതിൻ്റെ ഇപ്പുറത്തെ സെക്ഷൻ വരുന്നത് മൊത്തം ലീവ്സാണ് കേട്ടോ. അപ്പോൾ ചീരയില, മുരിങ്ങയില, അങ്ങനത്തെ കുറേ ഇലകളാണ് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള ഇല ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ മല്ലിയിലൊക്കെയാണ്. പച്ചച്ചീര, ചുമന്ന ചീര, പാലക്ക് ചീര, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലും പിന്നെ കുറേ ഇലകൾ, പിന്നെ റാഡിഷ്, പിന്നെ അങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. കരിക്ക് കണ്ട ഗൈസ്, മൊത്തത്തിൽ മുട്ടത്തലേനാക്കി വെച്ചിട്ടുണ്ട്. സുഖമായില്ലേ കട്ട് ചെയ്ത് തിന്നാണ്. ഇതൊക്കെ ആകെ ഫ്രോസൺ പോലെ ഇരിക്കുന്നു, തണുപ്പ് അടിച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്. ഇനി അടുത്തത് ഡേറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. കുറേ വെറൈറ്റി ഡേറ്റ്സ് ഉണ്ട്. താഴെ ബ്ലാക്ക് ഉണ്ട്. എന്ത് രസമായിട്ടാ പച്ചക്കറികൾ അടക്കി വെച്ചേക്കുന്നത്. നമ്മുടെ മുരിങ്ങക്കായൊക്കെ, ബേബി കോണ്. ഇത് നാളികേരം, സ്പോട്ടഡ് കോക്കനട്ട്, മറ്റേ പൊങ്ങുള്ളതാണോ തോന്നുന്നു. ലോക്കൽ ഹാർവസ്റ്റ്. വെണ്ടക്കായ, ബീൻസ്, പയറ്, അങ്ങനത്തെ പച്ചക്കറികൾ ഫുള്ള്. കായകൾ, ഇതെന്താണെന്ന് അറിയാമെങ്കിൽ പനതങ്ങ. തായ്ലാൻഡിനുള്ള ആണോ? ഇത് പക്ഷെ നമ്മുടെ മറ്റേ ഇതുപോലെ സപ്പോർട്ട് തോത്താപ്പൂ. തക്കാളിയാ?
ആയിരിക്കും. അല്ലേ? ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒരു സെക്ഷൻ ക്രിസ്മസിൻ്റെ ഐറ്റംസ് മാത്രം കിടന്ന ഒരു സെക്ഷനായിട്ട് അവർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെറൈറ്റി ക്യാൻഡിൽസ് സൂപ്പറായിട്ട് ക്രിബ് ഇതൊക്കെ LED ക്യാൻഡിൽസ് ആണ്. അതിങ്ങനെ ഇളകും. 3 പീസിൻ്റെ പിന്നെ പിന്നെ മൊത്തം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കില്ലേ? അങ്ങനത്തെ ചോക്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത്. കണ്ടാ നല്ല ഭംഗിയുണ്ടല്ലേ? എത്ര റാപ്പർ ചെയ്ത് ഇതിൻ്റെ തന്നെ മിനി ഉണ്ട് കേട്ടോ. കുഞ്ഞൊരു ബോക്സ് ചെറുത് കണ്ടാ കൂടുതൽ ചോക്ലേറ്റ് ആയില്ലേ? ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നല്ല ഓഫറുണ്ട്. ഇതാ 250യുടെ 60% ഓഫർ 99 റുപ്പീസിനാണ് കേട്ടോ 1 ലിറ്ററിൻ്റെ. പിന്നെ ഇതാ ലാസയുടെ ഉണ്ട് 1+1 കോംബോ ആണ് കേട്ടോ. അതിന് ഇതാ ഓഫറുണ്ട്. ഇനി ഇപ്പുറത്തെ ഒരു സെക്ഷൻ വരുന്നത് കട്ട് ഫ്രൂട്ടിൻ്റെയും സാലഡ്സിൻ്റെയും അങ്ങനത്തെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഇതാ ജ്യൂസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു സെക്ഷനിൽ ഇതാ സോസേജും പിന്നെ ചീസ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഇതാ ഇപ്പുറത്തെ ഈ സെക്ഷനിൽ ഉപ്പിലിട്ട സാധനങ്ങളാണ് കേട്ടോ. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാലഡ്സ് ഉണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ ഈ ഒരു സെക്ഷൻ വരുന്നത് അച്ചാറുകളാണ് കേട്ടോ. കുറേ വെറൈറ്റി അച്ചാറുകളുണ്ട്. പിന്നെ ഇതാ മയോണീസ്, പിന്നെ ഇതാ ഈ കട്ട് ഫ്രൂട്ട്സിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇതാ ഈ ഒരു സെക്ഷനിൽ മൊത്തം വരുന്നത് മീനുകളാണ് കേട്ടോ. നമ്മുടെ നല്ല അടിപൊളി പിടയ്ക്കണ മീൻ എന്ന് പറയണ പോലെ അവരിത് ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മീനുകൾ കാണാൻ തന്നെ. പലതരത്തിലുള്ള മീനുകളുണ്ട്. ഈ ഓറഞ്ച് മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചേക്കാണ്. പിന്നെ ഇതാ വലിയ കൊഞ്ചും പിന്നെ ഇതാ കുറേ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു മീനിൻ്റെ വായിൽ വേറെ മീനൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രാബ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഇതാ അങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പിന്നെ ഇതാ ഇപ്പുറത്തെ ഈ സെക്ഷനിൽ മുഴുവൻ എന്താ കുട്ടികൾക്കുള്ള സ്റ്റഡി ഐറ്റംസ് ആണ് കേട്ടോ. മറ്റേ ബുക്ക്, പെൻസിൽ, പേന അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. കാൽക്കുലേറ്റർ. അപ്പം അങ്ങനത്തെ ആ ഒരു സെക്ഷനാണ് കേട്ടോ ഈ ഭാഗം ഫുള്ള്. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആകെ മൊത്തത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. അത്ര അധികം കളക്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ മുകളിലെ ഫുഡ് കോർട്ടിലേക്കാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫ്രഷ് ജ്യൂസുകളാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പിന്നെ പോണത് ഐസ്ക്രീമിൻ്റെ സ്റ്റോളാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫലൂഡ നേഷൻ എന്ന് പറഞ്ഞിട്ട് ഫലൂഡ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫലൂഡാസ് ഉണ്ട് ഇവിടെ.
അപ്പോൾ കുറേ ഇങ്ങനെ ഒരു ഡിസ്പ്ലേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ. ഇനി നമ്മൾ പോണത് ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ തീം ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ സാധനങ്ങൾ. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വലിയവരുടെ നല്ല പ്രിൻറ്റഡ് ഷർട്ടിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ, പിന്നെ ഓഫേഴ്സും ഉണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഈ മേക്കപ്പിൻ്റെ കുഞ്ഞൊരു ബാഗ്, അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ബാഗുകൾ. ഇതൊക്കെ മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ വരുന്ന കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള നല്ല ബാഗുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സും പിന്നെ ഡിഫറെൻറ്റ് ഷേപ്സിലും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇപ്പുറത്ത് നല്ല ഭംഗിയുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഈ ഹാൻഡ് ബാഗ് പോലെയൊക്കെ കുഞ്ഞു കുട്ടികളിങ്ങനെ കൊണ്ട് നടക്കണം അങ്ങനത്തെ ബാഗ് കേട്ടോ. നല്ല ഫർ ടൈപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ അതിൻ്റെ പല കളറുകളിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് നോക്കി പിന്നെ കുറേ വെറൈറ്റി ബാഗുകളാണ്. പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ബാക്ക് പാക്ക് പോലെ ഇടണത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. പിന്നെ ഇതൊക്കെ അവരുടെ കുറേ ആക്സസറീസാണ്, ഹെയർ ആക്സസറീസാണ് കേട്ടോ കുട്ടികളുടെ. ഇനി ഇപ്പുറത്ത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചപ്പൽസൊക്കെ 20% ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തും അങ്ങനെ ആ 2 സെക്ഷനിലായിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് എഗെയിൻ കുട്ടികളുടെ ആ മേക്കപ്പിൻ്റെ ആ പൗച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെ വെറൈറ്റീസാണിത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ മൊത്തം കുട്ടികളുടെ ഹെയർ ആക്സസറീസാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നല്ല കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൽ. പിന്നെ താഴെ ഫുള്ള് കുട്ടികളുടെ ടോയ്സാണ് കേട്ടോ. കുഞ്ഞേ ടോയ്സുകളാണ്. കുഞ്ഞേ ഈ ബസ്, സ്കൂൾ ബസ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും നിറച്ചുണ്ട് കേട്ടോ അങ്ങനത്തെ ടോയ്സുകൾ തന്നെ. പിന്നെ ഇപ്പുറത്ത് കുട്ടികളുടെ ഈ ക്രോക്സ് ടൈപ്പ് ചെരുപ്പുകളുണ്ട് കേട്ടോ. അതിന് 20% ഓഫർ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇത് കുഞ്ഞു കുട്ടികളുടെ ന്യൂ ബോൺസിൻ്റെ ഒക്കെ ഒരു പില്ലോയാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിലുണ്ട്. നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ട് കണ്ടപ്പോൾ. പിന്നെ ഈ കാണുന്നതൊക്കെ കുട്ടികളുടെ വാച്ചുകളാണ് കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ടുള്ള വാച്ചുകളാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇലക്ട്രോണിക് സാധനങ്ങളാണ് കേട്ടോ. TV, ഫ്രിഡ്ജ് അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഉള്ളത്. ഈ ഒരു സ്പീക്കറിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇപ്പുറത്തെ ആ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെയും ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. ഇനി ഈ കാണുന്ന ഈ സെക്ഷൻ ഫുള്ള് കുട്ടികളുടെ ടോയ്സാണ് കേട്ടോ. ഈ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികളുടെ വരെയുള്ള എല്ലാവിധ ടോയ്സുകളും ഉണ്ട് കേട്ടോ. കാറ്, ബൈക്ക്, ജീപ്പ് അങ്ങനെ കുറേ സൈക്കിളുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ 50%, 30% അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ടോയ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ അത് ഫുള്ള്. പിന്നെ ഇപ്പുറത്ത് വരുന്നത് പിന്നെ ആക്സസറീസാണ് കേട്ടോ. അപ്പോൾ ഈ മാല, മറ്റേ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കുറേ ആക്സസറീസ് ഉണ്ട്. സിൽവറിൻ്റെയും റോസ് ഗോൾഡിൻ്റെയും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു ഹാർഡ് അല്ലേ, നല്ലതാവും ലെതർ പോലെ അങ്ങനെ എന്തെങ്കിലും. ഈ ബാഗ് കാണുമ്പോൾ ഭയങ്കര ഹാർഡ് പോലെയാണ് കേട്ടോ. പക്ഷേ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് നിൽക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. അതിന് ഉള്ളിലും പുറത്തും ഒക്കെ സിബ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് ആയിരുന്നു കേട്ടോ. ആക്സസറീസൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ ആ ഒരു സെക്ഷനിലായിട്ട് മൊത്തം ടോയ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടിയും ഇത്രയും കൂടി ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞ് കാറും അങ്ങനത്തെ ടോയ്സാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് നമ്മുടെ ഈ റിമോട്ടിൽ ഓടുന്ന കാറ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഈ ബബിൾ ഇങ്ങനെ വിടുന്ന ആ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇപ്പുറത്തേക്ക് ചേച്ചി അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് വിട്ടു. മുൻപ് നമ്മൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബബിൾ ഇങ്ങനെ നല്ലോണം പോവാത്ത കാരണം നമുക്കത്
നന്നായി വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇക്കത് അത് മേടിച്ചിട്ട് ആക്കി നോക്കണത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ 50% ഓഫർ ഉണ്ട് കേട്ടോ അവിടെ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇതാ ഗേൾസിൻ്റെ ടോയ്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടെഡ്ഡി ബിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതൊക്കെ ബാർബീസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കൂടി മറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഞാൻ അധികം ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഇങ്ങനത്തെ ടോയ്സിനൊക്കെ അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. 50%, 20% അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാ കുറേ വെറൈറ്റി ആയിട്ടുള്ള ബാർബീസ് ഉണ്ട് കേട്ടോ. ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ചെരുപ്പുകളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ ഇതിനും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ വലിയവരുടെയും ചെരുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പാർട്ടി വെയർസ് ഉണ്ട്. പിന്നെ ഇതാ ഷൂസ് ഉണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇതാ ചെരുപ്പിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഓഫറിലാണ് കേട്ടോ അവിടെ ഇട്ടേക്കണത്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് സ്പോർട്സിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഈ സ്കേറ്റിംഗ് ഷൂസ്, സ്കേറ്റിംഗ് ബോർഡ്, അതിനൊക്കെ ഓഫർ 50%, 20% ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫുട്ബോള്, പിന്നെ ബാസ്ക്കറ്റ് ബോള്, പിന്നെ ഷട്ടിൽ ബാറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഫുള്ള്. നല്ല ഭംഗിയുണ്ട്. നോക്കടാ രസമുണ്ടല്ലേ? നോക്കടാ പക്ഷേ എനിക്ക് സൈസ് അത്ര ആവശ്യമില്ല. നോർമൽ കുട്ടിൻ്റെ സൈസിലല്ലേ? ഇത് നോക്ക് താഴെ. അതല്ലോ ഇങ്ങനല്ലേ ബ്ലാക്ക്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഷോൾഡർ ഇങ്ങനെ താന്ന് കിടക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇതാ ലേഡീസിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. അതാ ബാഗി ജീൻസും പിന്നെ ടോപ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇതാ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ക്രിസ്മസിൻ്റെ കുറേ ഉടുപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആരാ സ്മെല്ലുണ്ടാ? സ്മെല്ലുണ്ടാ? നല്ല സ്മെല്ലുണ്ടാ?
അത് നോക്ക് മറ്റേ സ്കെൽട്ടൻ പോലെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ബോട്ടിൽ കാണാൻ. അങ്ങനെ നമ്മുടെ മുകളിലത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ആ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഭയങ്കര തിരക്കായിട്ടോ. അപ്പോഴത്തേനും ടൈമൊക്കെ കുറേ ആയി. അപ്പോൾ എല്ലാവരും കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ്കലേറ്ററൊക്കെ നിറഞ്ഞു, ഫുൾ തിരക്കായി. എല്ലാ ഷോപ്പിലും ആളുകളെ കൊണ്ട് നിറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന പോലെ അല്ല കേട്ടോ, ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര തിരക്കായി. അപ്പോൾ പിന്നെ നമ്മളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ മെല്ലെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് മിഥിലാജും ഇക്കാടെ വാപ്പയും ഉമ്മയും എല്ലാവരും കൂടിയിട്ട് വന്നേക്കണു. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തത്. മിഥിലാജിന് എക്സാം ആയി കാരണം അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവരെ കണ്ടത്. നമ്മൾ കുറച്ച് നേരം മിഥിലാജിനെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് മൊത്തത്തിലൊന്ന് കറക്കിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ ബൈ.